In the Bible, from the book of Genesis till Revelation, we are able to see a covenant making God. Let me tell you, the term contract and the term covenant has been interchangeably used without much biblical context. At least we are able to see 7 biblical covenants that has been recorded in the Bible. Yeshua is calling you today to enter into a covenant relationship. Are you ready? Stay tuned. The dictionary meaning of covenant says that two or three people or two or more people coming into an agreement and making a promise together. ഡിക്ഷണറിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് 2-3 വ്യക്തികൾ ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നതാണ്. The same meaning is being applied for the term contract as well. അതേപോലെ തന്നെ ഉടമ്പടിയിൽ കാണുന്ന അതേ അർത്ഥം തന്നെയാണ് ഒരു കരാർ എന്ന വാക്കിനും ഡിക്ഷണറിയിൽ നമുക്ക് കാണുവാൻ പറ്റുന്നത്. And that is why, let me tell you, people being connected with the modern terminologies, we get confused with the term covenant and the term contract. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു ഉടമ്പടിയും ഒരു കരാറും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. But right now, let me tell you, people of God, we are speaking about the entering into a covenant relationship with God. You are making with a covenant with God. നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു ഉടമ്പടി ബന്ധത്തെ പറ്റിയാണ്. ദൈവവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ഒരു ഉടമ്പടി ബന്ധത്തിന്റെ ആഴത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. In biblical terms, let me tell you, when you enter into a covenant relationship, it is between two people who know each other, and it is out of trust that they are entering into a covenant relationship. ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഒരു ബൈബിളിൽ നിന്നുള്ളൊരു വ്യാഖ്യാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ആ 2 വ്യക്തികൾ തമ്മിൽ നല്ല പരിചയം ഉണ്ടായിരിക്കുകയും വേണം എന്ന് മാത്രമല്ല അവർ തമ്മിലുള്ള ഒരു വിശ്വാസത്തിന്റെ അനന്തരഫലമായിട്ടാണ് അവർ ഒരു ഉടമ്പടിയിലേക്ക് കടക്കുന്നത്. So right now in our modern world, when nations enter into contract, right? India and Pakistan can make a contract on nuclear terms because India doesn't believe much, or India do not trust Pakistan in the terms of nuclear weapons. ഇന്ന് നമ്മൾ കാണുന്ന ലോക രാഷ്ട്രങ്ങളിൽ പലപ്പോഴും ചില കരാറുകൾ അല്ലെങ്കിൽ ഉടമ്പടികളൊക്കെ അവരുണ്ടാക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒരു കേസ് എടുത്താൽ പോലും അവർ തമ്മിലൊരു ന്യൂക്ലിയർ രീതിയിൽ അല്ലെങ്കിൽ ഒരു ആണവ ബന്ധത്തിന്റെ ഒരു കരാർ അവർ ഉണ്ടാക്കുകയാണെങ്കിൽ അവരെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ അവർ വിശ്വസിക്കുന്നില്ല പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സേഫ് ആണോ, അവരുടെ കാര്യത്തിൽ സുരക്ഷിതത്വമുണ്ടോ എന്നവർ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവരൊരു കരാറിന്റെ പുറത്ത് അതിനെ ഒന്ന് നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അവരത് ആഗ്രഹിക്കുന്നു. When you enter into a covenant, let me tell you, there is unlimited liability. But when you focus on contract, it is a limited liability that which you are focusing on. നമ്മളിപ്പോൾ ഒരു ഉടമ്പടിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കായിരിക്കും, നമ്മുടെ കടമകൾ അതിനപ്പുറത്തേക്കായിരിക്കും. എങ്കിൽ നമ്മളൊരു കരാറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം അതിനകത്ത് നമ്മൾ പാലിച്ചാൽ മതിയാവും. Breaking a covenant, let me tell you, it is an impossible factor. But in contract, you can, with mutual agreement, you can break a contract at any point of time. ഒരു ഉടമ്പടി അത് മുറിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ അതൊരിക്കലും സാധിക്കുന്നതല്ല. എങ്കിൽ ഒരു കരാറിനെ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചില ഉപാധികളോടുകൂടി അതിനെ മുറിക്കാൻ പറ്റുന്നതാണ്. In the Bible, we can see some of the examples like King David and King Jonathan. They both of them entered into a covenant relationship. നമ്മൾ വേദപുസ്തകത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ദാവീദിന്റെയും യോനാഥാന്റെയും കേസിൽ അവർ 2 പേരും ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. King Solomon and King Hiram, they both entered into a covenant relationship. ഹീറാം രാജാവും ശലോമോൻ രാജാവും അവരും ഒരു ഉടമ്പടിയിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. In the Bible, again we are able to see Joshua and Gibeonites, they both entering into a covenant relationship. ഇതുപോലെ തന്നെ യോശുവയും ഒരു ഉടമ്പടി ബന്ധത്തിൽ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. So normally we will have to understand in biblical terms, it is somebody who is in authority or who is in power, they make the covenant relationship. Just imagine the scenario where a king is making a covenant relationship with the people. He is saying that, hey, I am the king, that you people will have to be in treaty with me,
you people will have to do this and these conditions, then only I can release my blessing. If you are disobeying me, let me tell you, you will end up with the wrong side of the coin. ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് പലപ്പോഴും വരുന്നത് ഒരു ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അത് ഒരു അതോറിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് പലപ്പോഴും ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു രാജാവ് തൻ്റെ പ്രജകളുടെ അടുത്ത് പറയുകയാണ്, ഞാൻ നിങ്ങളുമായിട്ടൊരു ഉടമ്പടി വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വേണ്ടവണ്ണം ശുശ്രൂഷിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ഒരു ഉടമ്പടിയെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So today let me tell you, people of God, we are seated in the presence of Yeshua, and he is the King of Kings and he is the Lord of Lords. ദൈവമക്കളെ, നമ്മൾ ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ആ രാജാവായിട്ടുള്ള കർത്താവായിട്ടുള്ള ആ യേശുവയുടെ സന്നിധിയിലായിരിക്കുന്നു. And let me tell you, we are not entering into a contract relationship, but we are entering into a covenant relationship with him. നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയൊരു കരാർ ഉടമ്പടിയുടെ മേലല്ല കർത്താവിനോട് നമ്മൾ ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ഉടമ്പടിയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. The higher authority is the king. Hallelujah. Let me tell you, and that king is going to make a covenant relationship with us, and that is how we will have to understand the weightage of that covenant relationship. It is not that something that we can strike it off or write off at any point of time, but it has its own value. That covenant relationship is something much weighty. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജാവാണ് ഒരു ഉടമ്പടി ബന്ധത്തിന് വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കണം. അതിന് തീർച്ചയായിട്ടും അത്രത്തോളം ഉത്തരവാദിത്വവും അത്രത്തോളം സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാകുന്നു ഈ ഒരു ഉടമ്പടി എന്നത്. The Bible generally speaks about 7 such types of covenant relationship that which the Lord has entered with mankind. മനുഷ്യകുലവുമായിട്ട് ദൈവം ഏർപ്പെട്ടിട്ടുള്ള ഏകദേശം 7 ഉടമ്പടികൾ നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. First of all, we can see the Edenic covenant. ഏദൻ തോട്ടത്തിൽ വെച്ച് അല്ലെങ്കിൽ ഒരു ഏദന്യ ഉടമ്പടി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. Secondly, we are able to see God entering into an Adamic covenant. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആദാമ്യ കവനന്റ്. Thirdly, we are able to see Noahic covenant. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നോഹയുമായി ചേർന്നുള്ള ഒരു ഉടമ്പടി. Fourthly, we are able to see Abrahamic covenant. വീണ്ടും നമ്മൾ കാണുന്നു അബ്രഹാമിക് കവനന്റ്. Fifthly, Mosaic covenant. വീണ്ടും നമ്മൾ കാണുന്നത് മോശയുമായിട്ടുള്ള ഒരു ഉടമ്പടി. Sixth, Davidic covenant. ആറാമതായിട്ട് ദാവീദുമായിട്ടുള്ള ഒരു കവനന്റ്. Seventh, it's known as the New Covenant or Messianic covenant. അവസാനമായി അല്ലെങ്കിൽ ഏഴാമതായി നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പുതിയ നിയമ ഉടമ്പടി. Amen. Or we can term it as Messianic covenant. അല്ലെങ്കിൽ അതൊരു മെഷിയാനിക് കവനന്റ് അല്ലെങ്കിൽ മെഷിയാനിക് ഉടമ്പടി എന്ന് നമുക്ക് അതിൽ പറയാൻ സാധിക്കും. Today we do not have the entire time to go through all these 7 covenants, but let me tell you, we will just touch upon the Abrahamic covenant and the New covenant. നമുക്ക് ഇന്നത്തെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതെല്ലാം ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൽ വളരെ പ്രാധാന്യമുള്ള 2 കാര്യങ്ങൾ ടച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അബ്രഹാമിന്റെ ആ ഉടമ്പടിയും അതുപോലെ തന്നെ പുതിയ നിയമത്തിലെ ഉടമ്പടിയെ പറ്റിയിട്ടും പറയാൻ ആഗ്രഹിക്കുന്നു. Generally, when we read about all these covenants, we will have to understand it touch upon some main key points such as people is important, second, place is important, condition is important, and it is being sealed or it is being blessed by the Lord. അപ്പോൾ ഒരു ഉടമ്പടി എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ വളരെയധികം പ്രാധാന്യം അർപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളതാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് വ്യക്തികൾ അല്ലെങ്കിൽ പീപ്പിൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്ന കാര്യം. രണ്ടാമതായിട്ട് സ്ഥലം, എവിടെ വെച്ചാണ് അത് ചെയ്യുന്നത് എന്നുള്ള അത്. പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ കണ്ടീഷൻ അല്ലെ, എൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നുള്ളതും. നാലാമതായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് ഓക്കെ അതിൻ്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മേലുള്ള പ്രോമിസസ് എന്തുവാണ് എന്നുള്ളതാണ് നാലാമതായിട്ടുള്ള കാര്യം. Now let us see the covenant relationship which the Lord has made with Abraham.
നമുക്ക് ആദ്യമായിട്ട് നോക്കാം അബ്രഹാമുമായിട്ടുണ്ടായിരുന്ന ദൈവത്തിന്റെ ഒരു ഉടമ്പടി എന്തായിരുന്നു. In Genesis 15, we are able to see the covenant relation, how the Lord had established with Abraham. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്ക് അതിനെ പറ്റി കാണുവാനായിട്ട് സാധിക്കും. Amen. In the very first verse, we are able to see that the Lord had made this promise. He is going to reveal himself to his servant Abraham. നമുക്ക് അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. അബ്രഹാമിനോട് ദൈവം പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു. Amen. So in the Palestinian times, or even in the ancient point of time, when people enter into a covenant relationship, you know what happened? They used to exchange their weapons. They used to exchange their weapons, right? And in that fashion, we will have to understand, in that context, we have to understand, God is promising to Abraham, I am your shield. Amen. Hallelujah. Here we are able to see the Lord is exchanging his high weaponry with his servant Abraham. Oh wow, what a wonderful promise it is, right? When you enter into a covenant relationship with the living God, let me tell you, he is exchanging his mighty weapons with us. Amen. ദൈവമക്കളെ, ഒരു ഉടമ്പടിയിലേക്ക് രണ്ട് വ്യക്തികൾ കയറുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ അവർ കയറുമ്പോൾ, അതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവർ പരസ്പരം കൈമാറിയിരുന്ന ഒന്നാണ് അവരുടെ വെപ്പൺസ്. ആ പഴയ കാലത്ത് അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അവരുടെ വെപ്പൺസ്, അല്ലെങ്കിൽ അവർ യുദ്ധത്തിനും പലതിനുമായി ഉപയോഗിക്കുന്ന സാമഗ്രികൾ അവർ തമ്മിൽ കൈമാറുന്നതായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പറയുന്നു, യഹോവ പറയുന്നു, ഞാനാണ് നിന്റെ പരിച എന്ന് പറയുമ്പോൾ കർത്താവ് തന്റെ പരിച ആരുമായിട്ട് കൈമാറുന്നു? അബ്രഹാമുമായിട്ട് കൈമാറുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. So here, who is the highest authority or the powerful authority? It is the living Yahweh, and the Yahweh is saying that I am going to exchange my strongest weapons with you. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉന്നതനായ കർത്താവാണ് പറയുന്നത്, അവൻ തൻ അബ്രഹാമിന്റെ പരിചയം ആയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തനിക്കുള്ളതൊക്കെയും അബ്രഹാമുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് കർത്താവ് തയ്യാറാവുന്നു. Just imagine, Ambanis are coming to have a contract with you, and they are going to say that we are going to sponsor your children, we are going to sponsor your US visit or something like that. On every expenses, Reliance is going to pay you blank checks for that. Imagine you entering such a covenant relationship with the living God of all the universe. Hallelujah. And that is the picture that which we should embody into our hearts. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സമ്പാദ്യമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ അംബാനി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് അദ്ദേഹം വന്നിട്ട് പറയാണ്, ഓക്കെ, നിങ്ങളുടെ മക്കളെ ഞാൻ പഠിപ്പിച്ചോളാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ഞാൻ കരുതിക്കോളാം, നിങ്ങൾക്കൊരു ട്രിപ്പ് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അതിന് വേണ്ടുന്ന ബ്ലാങ്ക് ചെക്കുകൾ ഞാൻ തരാം എന്നൊന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സുരക്ഷിതത്വ ബോധം എന്തുമാത്രമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കിയ രാജാതിരാജാവും കർത്താവുമായവൻ പറയുകയാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ ഏറ്റെടുക്കുന്നു, അവൻ നമ്മുടെ പരിചയം ബലകയുമാണ് എന്ന് പറഞ്ഞ് അവൻ നമ്മളുമായിട്ടൊരു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്തുമാത്രം ആഴം, അർത്ഥം അല്ലെങ്കിൽ സുരക്ഷിതത്വം നമുക്കിവിടെ ഉണ്ട് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. And that is why Yahweh has recorded over here that I am your reward. Amen. Hallelujah. What more reward can we request unto the Lord? When you receive Yeshua into your life, let me tell you, you are receiving the highest reward which you can attain in your life. ഹല്ലേലൂയ. ഇവിടെ യാഹ്വേ പറയുന്നു, ഞാനാണ് നിന്റെ പ്രതിഫലം. ദൈവമക്കളെ, ഇതിൽ പരം നമുക്ക് എന്ത് വേണം? ഇതിൽ പരം നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ആ കർത്താവ്, ആ യേശുവ അല്ലെങ്കിൽ ആ യാഹ് നമ്മുടെ പ്രതിഫലമായി മാറിക്കഴിയുമ്പോൾ നമുക്കതിനപ്പുറത്തായിട്ട് മറ്റൊന്നും തന്നെ നമുക്ക് കിട്ടുവാനായിട്ടില്ല. You know, most of our times we are like chickens looking for earthworms down the face of the earth, but that is why the Lord has called upon that we should soar like eagles, that we will have to look heavenly and not earthly downwards.
ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മൾ വളരെ സാധാരണമായി കാണുന്ന കോഴികളെ പോലെയാണ്. നമ്മൾ തറയിലുള്ളതൊക്കെ നോക്കി മണ്ണിൽ നിന്ന് വരെ കിട്ടുമോ നോക്കി നമ്മൾ പലപ്പോഴും ഇങ്ങനെ താഴേക്ക് ഭൂമിയിലുള്ളത് മാത്രം അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് നമ്മളൊരു ആരെ പോലെയാണ്, നമ്മളൊരു കഴുകനെ പോലെ ശക്തി ആർജിച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കി പറക്കേണ്ടുന്നവരാകുന്നു. And in the third factor, at that point of time when people enter into covenant relationship, the names are exchanged. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ അവരവരുടെ പേരുകൾ കൈമാറ്റം ചെയ്യാറുണ്ട്. And this highest person, which could be a king or a higher authority, he might be saying to that to the next person who is entering into that covenant relationship, wherever you go, you can tell, okay, you can recommend my name, you can proclaim my name, that you are coming in my name. ഹല്ലേലൂയ. ആരാണോ ഇവിടെ ഈ ഉടമ്പടിയിലേക്ക് കയറുന്ന അതിൽ ഏറ്റവും ഹയർ അതോറിറ്റി നൽകുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആ അധികാരമുള്ള ആ വ്യക്തി ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ, ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്ന വ്യക്തികളോട് പറയണം, നിങ്ങൾ എവിടെയൊക്കെ പോകുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് പറയാം, എൻ്റെ പേരിൽ നിങ്ങൾ വരുന്നു, എൻ്റെ നാമത്തെ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാം. അങ്ങനെയും ഒരു അധികാരം അവർക്ക് കൊടുക്കുന്നുണ്ട്. And that is why God changed the name of Abram to Abraham and Sarah to name of Sarai to Sarah. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ വചനത്തിൽ അബ്രാം എന്ന പേര് പിന്നീട് അബ്രഹാം എന്നാക്കി മാറ്റുകയും സാറായി എന്ന പേര് സാറ എന്നാക്കി മാറ്റുകയും ചെയ്തിരിക്കുന്നത്. Amen. Hallelujah. And more than that, he revealed himself. Yahweh revealed the name. The name of Yahweh was revealed unto Abraham. Just imagine that mighty privilege that has been revealed to the mighty servant of God. ഹല്ലേലൂയ. എന്ന് മാത്രമല്ല അബ്രാഹാമിനോട് തൻ്റെ നാമം അല്ലെങ്കിൽ യാഹുവേ എന്ന നാമം തന്നെ അവൻ വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചു. അത് തന്നെ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു. എത്ര മഹത്വകരമായ ഒരവസ്ഥ അല്ലേ? Amen. Hallelujah. And today we are having the name of Yeshua. Amen. We are baptizing people in his name. We are commanding the demons to go out in the name of Yeshua. We are healing the people, the sick bodies in the name of Yeshua. Because when you enter into a covenant relationship of God, let me tell you, you are obliged or you are entitled to use his name. And that is the covenant promise which you and I today proclaim upon. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ യേശുവായുടെ നാമമാണ്. ആ യേശുവായുടെ നാമത്തിൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ യേശുവായുടെ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതം ബാധിച്ചവർ അതിനെ വിട്ടുപോകുന്നു, പല പ്രയാസത്തിലായിരിക്കുന്നവർ വിടുതലിലേക്ക് വരുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നു. ഇന്ന് നമുക്ക് കൈവശമായിട്ടുള്ളത് ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ അവന്റെ നാമമാണ്, ആ യേശുവായുടെ നാമമാണ്. Praise the Lord. Hallelujah. And there is one strange practice as well. At that point of time when people enter into covenant relationship, it is known as cut into covenant. They make some cuts upon their body, or it could be some marks. When I enter into a covenant relationship with a higher king, he will put a specific mark upon my body, and wherever when I travel, when people see some mark has been placed upon my arm, they can tell this person has a covenant relationship and that person is covering him. Beware, do not touch him. ഹല്ലേലൂയ. വളരെയധികം വിചിത്രമായിട്ടുള്ള അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ ഇങ്ങനെയും കൂടെ പറയാറുണ്ട്, കട്ട് Cut into covenant എന്ന് പറയുന്ന ഒരു ഫ്രേസും കൂടെ അവിടെ ഉപയോഗിക്കാറുണ്ട്. അത് കാണിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ ഉടമ്പടി ബന്ധത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇതിപ്പം നമ്മളൊരു രാജാവിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, രാജാവ് ഒരു മാർക്ക് നമ്മുടെ കയ്യിലോ നമ്മുടെ ശരീരത്തിലോ എവിടെയെങ്കിലും ചെയ്യുവാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ആ വ്യക്തി യാത്ര ചെയ്യുന്ന സമയത്ത്, ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് വന്ന ഒരു വ്യക്തി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം എവിടെ പോയാലും മറ്റുള്ളവർ കാണുമ്പോൾ അറിയാം ഈ ഒരു മാർക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ, ഈ ഒരു ചെറിയൊരു പാട് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓ ഈ വ്യക്തിയെ കവർ ചെയ്യുന്നത്, ഈ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഇന്ന രാജാവാണ്, അല്ലെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് കരുതുന്നത് ആ മഹത് വ്യക്തിയാണ്, അതുകൊണ്ട് ആ വ്യക്തിയെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവനെ കവർ ചെയ്തിട്ടുണ്ട്. ദൈവമക്കളെ, എത്ര മനോഹരമായ ഒരു കാര്യമാണ് അല്ലേ നമ്മൾ ഉടമ്പടിയിലേക്ക് കയറുമ്പോൾ ഉള്ളത്. And we have to understand, when the Lord moved from Edenic covenant to Adamic and next Noahic
and the fourth one, the Abrahamic covenant. And at that point of time, we can see the cut into covenant relationship has been mentioned. For example, when Abraham entered into covenant relationship, the Lord specifically told unto Abraham that every male should bear the cut upon his body. How? Through circumcision. Okay. Amen. So since then, since the Abrahamic covenant, every Israelite had to make a cut upon their body. That every male that has been born in the families of Israel, that they had to undergo circumcision. Amen. And when Moses or other people, when they set up the tabernacle or the temple, even at that point of time, even when Gentiles took interest that they are willing to serve this living God, God told them that even the Gentiles will have to circumcise. Yeah. Amen. ദൈവമക്കളെ, നമ്മൾ നോക്കുവാണെങ്കിൽ ആ ഓരോ കവനന്റ് അല്ലെങ്കിൽ ഓരോ ഉടമ്പടി നമ്മൾ അവിടെ നിന്ന് ഈദനിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കി വരുമ്പോഴത്തേക്കും അബ്രഹാമുമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കട്ട് ഇൻ ടു കവനന്റ് എന്ന് പറയുന്ന കാര്യം പ്രാക്ടീസിൽ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് കർത്താവ് പറയുകയാണ്, ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു മാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു സൂചനയായിട്ട് എന്ത് ചെയ്യണം എന്ന് പറയുന്നു, എല്ലാ ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരും അവർ പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു മുറിപ്പാട് അവരുടെ ശരീരത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിനെ, ആ ഉടമ്പടി ബന്ധത്തിനെ അത് തന്നെ വളരെയധികം വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദൈവവുമായിട്ടുള്ള അവൻ്റെ ഉടമ്പടി ബന്ധത്തിനെ അവൻ ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ആ ഒരു മുറിവ് അവൻ്റെ ശരീരത്തിൽ വേണമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ താഴേക്ക് വീണ്ടും നോക്കുമ്പോഴത്തേക്കും മോശയും ഒക്കെയുള്ള ആ ഒരു സമയത്തെല്ലാം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് ടാബർനക്കിളിൻ്റെയൊക്കെ സമാഗമന കൂടാരത്തിൻ്റെയൊക്കെ പണിക്കൊക്കെ ആയിട്ട് ആലയത്തിൻ്റെ പണിയിലും ഒക്കെ മറ്റുള്ള വ്യക്തികളും ഇതിലേക്ക് പങ്കുചേരുകയും അവരും ഒക്കെ ഈ വിശ്വാസത്തിൽ come to worship the Lord, they have to bear the circumcision. അതുപോലെ തന്നെ ഈ അന്യജാതിക്കാരൊക്കെ വന്ന് ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോഴെല്ലാം എന്ത് ചെയ്യണമായിരുന്നു, അവർ പോലും ഈ ഒരു മാർക്ക് ഏൽക്കണമായിരുന്നു, അവർ പോലും പരിച്ഛേദന ഏൽക്കണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. Okay, so here we are able to see the God's people were bearing the circumcision, they were bearing the cut into covenant relationship. Then what about God? ദൈവമക്കളെ, ഒന്ന് ചിന്തിക്കുക, ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് കയറുമ്പോൾ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ ഒരു മാർക്ക് ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സ് ദൈവജനത്തിൻ്റെതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് എന്തായിരുന്നു ചെയ്യാനുണ്ടായിരുന്നത്? So where did that happen then? അങ്ങനെയാണെങ്കിൽ ദൈവം എപ്പോഴാണ് നമുക്ക് വേണ്ടി അങ്ങനെ ഒരു കാര്യം ചെയ്തത്? Oh, look at that Calvary cross. Hallelujah. People of God, when the Lord resurrected, even when after his resurrection, the wounds of the nails were bore upon his hands. Hallelujah. And that is when the Lord Yeshua asked, or the Lord Jesus asked his own disciple Thomas, if you're doubting unto me, put your finger in the wounds of my palm. I am still wearing that cut into covenant relationship with you. I am bearing that wound for you. I am bearing that mark of love that proclaims my love towards you. Hallelujah. Hallelujah. ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഈ കർത്താവ് എപ്പോഴാണ് നമ്മൾക്ക് വേണ്ടി ആ ഒരു മാർക്ക് ഏറ്റെടുത്തത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാൽവറി ആ ക്രൂശിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ പറ്റും എത്ര ഭയങ്കരമായിട്ട് കർത്താവ് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു മനോഹരമായ ഒരു ഇത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ യേശുവ നമുക്ക് വേണ്ടിയിട്ട് ആ കാൽവറി ക്രൂശിൽ തന്നെ എന്ത് ചെയ്തു? ആ കട്ട് ഇൻ ടു കവനന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസിനെ തൻ്റെ ജീവിതത്തിൽ അവൻ തന്നെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈവൻ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പോലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തോമസിനോട് പറയുന്നുണ്ട്, നിനക്ക് സംശയമുണ്ടെങ്കിൽ നീ ഈ വിലാപുറത്തേക്ക് നിന്റെ വിരലുകളെ ഇട്ട് നോക്കൂ എന്ന് പറയുമ്പോൾ തന്നെ ആ ഉയർത്തെഴുന്നേറ്റതിന് ശേഷവും കർത്താവിൻ്റെ ശരീരത്തിൽ കർത്താവ് ആ മാർക്ക് നമുക്ക് വേണ്ടി ഇന്നും ബെയർ ചെയ്യുന്നു. ഇന്നും നമുക്ക് വേണ്ടി അവനത് ഏറ്റെടുത്തിരിക്കുന്നു. ആ യേശുവായുടെ ആ ഒരു ഉടമ്പടി ബന്ധത്തെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് മറക്കുവാൻ പറ്റുമോ? അതിനെ നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് തള്ളിക്കളയുവാനായിട്ട് പറ്റുമോ? Hallelujah. So remember, when you enter into a covenant relationship with God exchanges his weapon. He becomes your shield. He is your reward.
you can use His name, and more than that, He is bearing that cut relationship. He has borne that cut into covenant relationship. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ദൈവവുമായിട്ടുള്ള ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ അവൻ നമ്മുടെ ഒരു പരിചയമായിട്ട് മാറുന്നു, നമ്മളെ കവർ ചെയ്യുന്നവനായിട്ട് അവൻ മാറുന്നു എന്ന് മാത്രമല്ല, അവൻ നമ്മുടെ പ്രതിഫലമായിട്ട് മാറുന്നു എന്ന് മാത്രമല്ല, വീണ്ടും നമ്മൾ കാണുന്നു അവൻ നമ്മളുമായിട്ടുള്ള ആ ഒരു ആഴമായ ബന്ധത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവൻ നമ്മുടെ നാമം, അവൻ്റെ നാമം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് തരുന്നു. എത്ര മനോഹരമായ ഒരു അവസ്ഥയാണല്ലേ നമ്മൾ ആ ഉടമ്പടി ബന്ധത്തിലേക്ക് വരുമ്പോൾ. Hallelujah. So in this very chapter we are able to see when Abraham was supposed to enter into covenant relationship, he brought 3 types of animals, and that animals were supposed to be killed and divided into 2. It has to be split into 2, and that is how at that point of time, so whenever covenant relationships has been proclaimed, blood has been also required to be shed at the other end. നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതേ അധ്യായത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അബ്രഹാം ഈ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് 3 വ്യത്യസ്തമായിട്ടുള്ള മൃഗങ്ങളെ അതിനു വേണ്ടി കൊണ്ടുവന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഉടമ്പടി ബന്ധം ചെയ്യുന്ന സമയത്ത് അതിനെ 2ആയി പിളർന്ന് വെക്കുന്ന ഒരു രീതി നമുക്ക് ഈ വേദഭാഗത്തിൽ തന്നെ കാണുവാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴൊക്കെ ഉടമ്പടി ബന്ധത്തിലേക്ക് വരണോ അപ്പോഴൊക്കെ രക്തം ചിന്തുക എന്ന ഒരു കാര്യവും അവിടെ ഉണ്ടായിരുന്നു. And that is why the living God came in the form of man, and He has shed His own blood for us on that Calvary cross. Hallelujah. Hallelujah. We have entered into that covenant relationship through the blood of Yeshua HaMashiach. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ നോക്കുക, അതുകൊണ്ടാണ് ആ രക്തം ചിന്തുവാനായിട്ട് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അവനെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് എന്നേക്കുമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ഉടമ്പടി ചെയ്യുവാനായി അവൻ ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി മാറി. And the Bible says in Genesis 15, in the verse 17, you know what happened when Abraham was supposed to enter into that covenant relationship. Something unusual happened over there. At the point of sunset, you know what happened? It became very dark, and at that point of time, a darkness which was a burdening darkness, and it caused Abraham to sleep, to get into deeper sleep. And you know what happened? At that point of time, in the verse 17, it says that a flaming torch, or it appeared as a smoking oven, and a flaming torch just passed away between these split away pieces of the animal. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ അധ്യായത്തിന് തന്നെ 17-ാമത്തെ വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് അബ്രഹാം അതിന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ഒന്ന് വായിച്ചു നോക്കാം. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. Amen. Hallelujah. So we are able to see a burning furnace and a lighted torch. നമ്മളിവിടെ കാണുന്നത് ഒരു പുകയുന്ന ഒരു തീച്ചൂളയും ഒരു പന്തവും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. You know, God did not allow Abraham to do that, but He Himself, on behalf of Abraham, He made that covenant relationship. You know, that practice on behalf of Abraham, the Lord did that purpose. ദൈവമക്കളെ, ഈ ഒരു സമയത്ത് അബ്രഹാം ഒരു ഗാഢനിദ്രയിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് ഇവിടെ ഈ ചെയ്യേണ്ടുന്ന ഉടമ്പടി അബ്രഹാം അല്ല ചെയ്തത്, ദൈവമായിട്ട് തന്നെ ഒരു തീച്ചൂളയുടെ രൂപത്തിൽ അവിടെ ആ ഒരു ഉടമ്പടി ദൈവമാണ് അബ്രഹാമിന് വേണ്ടി ചെയ്തത്. Do you think that you can keep your word to the Lord? No. He Himself need to do this process for you, and that is why this word has revealed in the flesh. For your sake and for my sake, for our eternity's sake. ദൈവമക്കളെ, നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ അതുപോലെ കാത്തു പരിപാലിക്കാൻ പറ്റുമെന്ന്? ഒരിക്കലുമില്ല. നമ്മൾക്കൊരിക്കലും നമ്മൾ പറയുന്ന വാക്കുകൾ അതുപോലെ പാലിക്കുവാനായി പലപ്പോഴും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്, അബ്രഹാമിന് പകരം ആര് ചെയ്തു? ദൈവം അത് ചെയ്തു. അതുകൊണ്ട് നമ്മളുമായിട്ടുള്ള ഉടമ്പടി ചെയ്യുവാനായിട്ട് ആര് തയ്യാറായി? ദൈവമാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്കൊരിക്കലും അത് കംപ്ലീറ്റ്ലി അതുപോലെ പാലിക്കുവാൻ നമ്മളെയും കൊണ്ട് സാധിക്കും.
സാധിക്കത്തില്ല. And that is why the Lord allowed Abraham to sleep. You do not need to work. You will have to take rest. Take rest. I will do your work on your behalf. I will accomplish it. അതുകൊണ്ടാണ് ദൈവമക്കളെ ഇവിടെ നമ്മൾ കാണുന്നത്, അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? ഉറങ്ങാനായി അനുവദിച്ചു. എന്നിട്ട് അബ്രഹാം ചെയ്യേണ്ടുന്ന ജോലി ആര് ചെയ്തു? ദൈവം ഇവിടെ ചെയ്യുന്നു. പലപ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുള്ളത്. ഹല്ലേലൂയ. നമ്മളൊരു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവമാണ് നമുക്ക് വേണ്ടി പലതും ചെയ്യുന്നത്. ഒരിക്കലും നമ്മളെ അല്ല ദൈവം അതിലേക്ക് തള്ളിയിടുന്നത്. So he does the major work. You will only have to obey him. ഹല്ലേലൂയ. പലപ്പോഴും അതിൻ്റെ ഭൂരിഭാഗം കാര്യവും നമുക്ക് വേണ്ടി ചെയ്തത് കർത്താവാണ്. നമ്മൾ അതിനെ അനുസരിക്കുക മാത്രം. So did you notice one specific point? The manifestation that has taken place over here, it is a smoking oven and a flaming torch. Smoke, which symbolizes heat, and flaming torch symbolizes light. Everybody likes the light, but nobody likes the heat of God. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു പുകയുന്ന തീച്ചൂളയും ഒരു ജ്വലിക്കുന്ന പന്തവും. അപ്പൊ ആ പുകയുന്ന തീച്ചൂള എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഒരു ചൂടിനെ കാണിക്കുന്നെങ്കിൽ ആ ജ്വലിക്കുന്ന പന്തം ഓക്കെ. അപ്പം അത് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആ ഒരു കഠിനമായ അല്ലെങ്കിൽ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ ചില കാര്യങ്ങളാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുന്ന ഒരു ജ്വലിക്കുന്ന പന്തം, അതായത് വെളിച്ചത്തെ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ആ ചൂടിനെ നമ്മൾ ഒരിക്കലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ സ്ട്രിക്ട്നെസ്സിനെ, ദൈവം നമ്മൾക്ക് കൊണ്ടുവരുന്ന സ്ട്രിക്ട്നെസ്സിനെ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ വെളിച്ചത്തെയാണ് നമ്മൾ ആഗ്രഹിക്കാറുള്ളത്. You know, in our Zoom meetings of our Christ-driven churches and all, we specifically emphasize our own people that we will have to revere God, we will have to fear God, because the Bible terms him as the consuming fire. ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും ഞങ്ങളുടെ ആരാധന സമയങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പ്രബോധിപ്പിക്കാറുണ്ട്, നമ്മളെപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റോടുകൂടി തന്നെ വരണം. കാരണം അവൻ എപ്പോഴും ഒരു ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. Not only he is an enlightening light, but he is also a consuming fire as well. തീർച്ചയായിട്ടും അവൻ നമ്മുടെ ജീവിതത്തിന് ഒരു വെളിച്ചമാണ് എന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും ഓർക്കുക, ദൈവത്തിന്റെ ഒരു ശിക്ഷാവിധിയിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിക്കണം. Amen. Hallelujah. And that is why the Lord himself did on behalf of Abraham. And in the same fashion, Lord Yeshua has entered into that covenant relationship, and he has came down in the form of man in order to fulfill the laws of God. ഹല്ലേലൂയ. തീർച്ചയായിട്ടും അബ്രഹാമിന് പകരം, അതുകൊണ്ട് തന്നെ ആ വാക്ക് പാലിക്കാൻ കഴിവുള്ളവനായ ദൈവം അബ്രഹാമിന് പകരം ആ ഉടമ്പടി ചെയ്തെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നു യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ആ ഉടമ്പടി ചെയ്തെടുത്തു. So all these 7 covenants, okay, it all just go and finishes in the life of Yeshua. നമ്മൾ ഈ കാണുന്ന എല്ലാ 7 ഉടമ്പടികളും ചെന്ന് അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ യേശുവായിലാണ്. You know, recently a spiritual brother questioned me, Pastor, why should we term it as Old Testament and New Testament? When we divide the Bible into Old Testament and New Testament, some people has this habit of something in the back of their mind that the Old Testament need not be considered. You will only have to focus upon the New Testament of the Bible. ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും പാസ്റ്ററിന്റെ അടുത്തും ഒരു സഹോദരൻ ഇങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ദൈവവചനത്തിനെ നമ്മൾ രണ്ടായിട്ട് കാണുന്നത്, പഴയ നിയമവും പുതിയ നിയമവും? പലപ്പോഴും എല്ലാ വിശ്വാസികളും എല്ലാ ക്രിസ്ത്യാനികളുടെയും മനസ്സിൽ പല ചിന്തകൾ കാണുമായിരിക്കും. എന്താണ് ഈ പഴയ നിയമം പുതിയ നിയമം അങ്ങനെ വന്നേക്കുന്നത്? ഈ പഴയത് വേണ്ടാത്തതാണോ, നമ്മൾ ഉപയോഗിക്കാൻ ആവശ്യമില്ലാത്തതാണോ, പുതിയത് മാത്രമാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവാറുണ്ട്. This testament is a much more of kind of an English term. In the root meaning, if you go and search, you will find the root meaning as covenant. So you will have to understand the Bible is specifically terming Old Covenant and the New Covenant. It is not the Old Testament and the New Testament. It's not dividing the Bible into 2. It speaks about the Old Covenant and then the New Covenant. And that is why
The first 6 covenants, we can term it as Old Covenant, and the 7th covenant is the New Covenant. ഹല്ലേലൂയ. ദൈവമക്കളെ, ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് നമ്മൾ വചനത്തെ രണ്ടായിട്ട് കാണുമ്പോൾ, ഈ ടെസ്റ്റ്മെന്റ് എന്ന വാക്ക് ഒരു ഇംഗ്ലീഷ് പദമാണെങ്കിൽ നമ്മൾ അതിൻ്റെ ശരിക്കുള്ള റൂട്ട് മീനിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കവനന്റ് അല്ലെങ്കിൽ ഉടമ്പടി എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതൊരു പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയുമായിട്ട് ദൈവവചനത്തെ രണ്ടാക്കി മാറ്റിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറയുമ്പോൾ തന്നെ പഴയ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള പഴയ രീതിയിലുള്ള പല ഉടമ്പടികൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുതിയ നിയമത്തിൽ യേശുവായുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പുതിയ നിയമ ഉടമ്പടിയും ഉണ്ട്. Now let us look at the new covenant. The Bible says it's very easy to remember Jeremiah 31:31. In the book of Jeremiah 31 verse 31, we are able to see that the Lord mentioning over here, behold, the days are coming when I will make a new covenant with the house of Israel and with the house of Judah. നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് പോവാം. ആ പുതിയ ഉടമ്പടിയിലേക്ക് നമുക്കൊന്ന് കടക്കാം. അത് നമുക്ക് യെരമ്യാവ് 31:31 നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. So here it records about a new covenant that which the Lord is going to enter into with his people. ഇവിടെ നമുക്ക് കാണുവാൻ പറ്റും ഒരു പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം തന്റെ ജനവുമായിട്ട് കയറുവാനായിട്ട് പോകുന്നു. He specifically said in the 32nd verse, this is not the same kind of covenant which I made with their fathers in the day I took them by the hand to bring them out of the land of Egypt, my covenant which they broke. You know, God's people, more than covenant keepers, they were covenant breakers. So the Lord says that they had broke all my covenants, and I am going to make a new covenant, although I was a husband to them. ഇവിടെ നമ്മൾ അതിൻ്റെ 32ാമത്തെ വാക്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരുടെ കൈ പിടിച്ച് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ചെയ്ത നിയമം പോലെ അല്ല, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ച് കളഞ്ഞു എന്ന യഹോവയുടെ അരുളപ്പാട്. In 33rd verse it says that this is the covenant which I will make with the house of Israel after those days, declares the Lord. I will put my law within them, and on their heart I will write it, and I will be their God, and they shall be my people. ഹല്ലേലൂയ. 33ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തെ പറ്റി പറയുന്നു, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. Amen. How many of you want to enter into such a new covenant? Amen. God knows your weakness, God knows your shortcoming, and that is why he is going to eradicate all those old covenant, and instead of that he is going to replace with a new covenant where he will write his laws in your heart. He will put his spirit upon you so that you will not be able to break the covenant of the Lord. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് എത്ര പേര് ഇന്ന് ഒരു പുതിയ ഒരു ഉടമ്പടിയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടതുപോലെ തന്നെ ആ പുതിയ ഉടമ്പടിക്കകത്ത് കർത്താവ് പറയുന്നത് പോലെ ആ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ അവൻ എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് അവൻ പകരുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവൻ ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മളാൽ കഴിയാത്തത് അവനാൽ നമ്മളിലൂടെ ചെയ്തെടുക്കുവാൻ വേണ്ടി ആഗ്രഹം. ദൈവമക്കളെ, എത്ര പേര് ഇന്ന് അങ്ങനെ ഒരു ഉടമ്പടിക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നു. And that is why when you turn to Matthew 26 verse 28, we are able to see the Lord at the point of the Lord's Supper. You know, Yeshua has made this point in Matthew 26 verse 28. He says that when he sat upon that Lord's table, he proclaimed this verse, for this is my blood of the covenant which is poured out for many for forgiveness of sins. Hallelujah. This is the new covenant of my blood. The moment when you participate the table of the Lord, you are proclaiming the new covenant of the Lord. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 28ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. Amen. The new covenant out of his blood.
അപ്പോൾ അവിടെ നമ്മൾ കാണുന്നു കർത്താവിന്റെ രക്തത്തിൽ നിന്ന് നമുക്ക് ഒരു പുതിയ നിയമ ഉടമ്പടി. So this is how the church gets connected to the new covenant of Yeshua. ഇങ്ങനെയാണ് ദൈവസഭ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കയറുന്നത്. In Jeremiah 31 verse 31 onwards, it is specifically the new covenant is given unto the people of Israel. യെരമ്യാവിന്റെ പുസ്തകം 31 അധ്യായത്തിന് 31 വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുത്ത ഒരു പുതിയ ഉടമ്പടിയെ പറ്റി. They will enter into that new covenant when the Messiah returns. അപ്പോൾ അവര് ആ ഒരു പുതിയ ഉടമ്പടിയിലേക്ക് കടക്കും കർത്താവിന്റെ വരവെങ്കിൽ. You will have to say Messiah. Messiah is coming. മെശിഹായുടെ വരവെങ്കിൽ. Amen. Hallelujah. But we are able to enter into that new covenant even before the second coming of Messiah. How? By participating the Lord's table. നമ്മൾ എങ്കിൽ അതിന് മുന്നേ തന്നെ കർത്താവുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരുന്നു. എപ്പോഴാണ്? കർത്താവിന്റെ ആ തിരുമേശയുടെ ഭാഗമാകുമ്പോൾ. You know, I do not have much time to explain, but I am giving you a homework. Go and read end to end of Hebrews chapter 8. ഹീബ്രൂസ് ചാപ്റ്റർ 8. എബ്രായർ 8-ാം അധ്യായം നിങ്ങളുടെ ഭവനങ്ങളിലിരുന്ന് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. In that particular chapter we are able to see a mediator between God and the mankind. It is none other than man Jesus Christ. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു വ്യക്തി ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഇടയിൽ നിൽക്കുന്ന ഒരാളിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് മറ്റാരുമല്ല, ആ മധ്യസ്ഥനായിട്ടുള്ളത് ഏക മധ്യസ്ഥനായ മശിഹായ യേശുവ മാത്രമാവും. Amen. Hallelujah. You do not require any other mediators in order to plead on your behalf. Let me tell you, you require only one mediator and his name is Yeshua. ഹല്ലേലൂയ. നമുക്ക് വേറൊരു മധ്യസ്ഥന്റെ ആവശ്യം നമ്മുടെ ജീവിതത്തിലില്ല. നമുക്ക് തീർച്ചയായിട്ടും ഏക മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ, അതാവുന്നു കർത്താവായ യേശുവ. And even in the Old Testament, you know, there were instances where people sin. You know, they required a high priest to stand in the presence of God, crying out for mercy in the presence of God. And today, let me tell you, in Hebrews chapter 8, it records about a high priest, Yeshua, who is standing in heaven for your sake. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു പുരോഹിതന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് അവരുടെ പാപങ്ങളെ ഒരു മഹാപുരോഹിതന്റെ ആവശ്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ എബ്രായർ 8 വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവിടെ ഒരു മഹാപുരോഹിതൻ മാത്രമേ ഉള്ളൂ, അതാകുന്നു യേശുവ. And in Hebrews chapter 8 it says that the old covenant has become obsolete and through Yeshua the new covenant has been birthed upon. നമ്മൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഓൾഡ് കവനന്റ് അല്ലെങ്കിൽ പഴയ നിയമം കാലഹരണപ്പെട്ട് പോവുകയും അതുപോലെ തന്നെ പുതിയ നിയമം യേശുവായിലൂടെ ഉണ്ടാക്കപ്പെടുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. So the Old Testament or the old covenant, people of Israelites were struggling, and in the new covenant the man Jesus Christ, the man Yeshua, fulfill all those laws, and through him the new covenant has been given birth unto. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനം തന്നെത്താൽ കഴിയുന്ന രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയും അവർക്കത് സാധിക്കാൻ കഴിയാതെയും ഇരുന്ന അവസ്ഥയിൽ നമ്മൾ നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ യേശുവ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ എല്ലാ നിയമങ്ങളും പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമ ഉടമ്പടി അവൻ നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നു. Amen. Hallelujah. People of God, let me wind up my message. Amen. Are you ready? Are you preparing yourself? Today the Lord Yeshua is inviting you to enter into this holy covenant relationship. ദൈവമക്കളെ, ഞങ്ങളുടെ ഈ ഒരു ചെറിയ മെസ്സേജ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ഇന്ന് അനുസരിക്കുക മാത്രം ചെയ്യാൻ യേശുവ നമ്മളോട് പറഞ്ഞ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ഉടമ്പടിയിലേക്ക് കയറുവാൻ നിങ്ങൾ ഇന്ന് ഒരുക്കമാണോ? When you enter into this holy covenant relationship, let me tell you, he will protect you, he will guide you. Amen. He will provide you with anything. Hallelujah. Because he is your reward,
and you are entitled to use his name. Other than that, what do you yourself and myself, okay, what do we require other than using the name of the living God? Hallelujah. I mean, miracles are going to happen. I mean, demons are going to be subjected. Sicknesses are going to be subjected in the name of his name, the name above every other name, and it is known as the name of Yeshua. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവുമായിട്ടുള്ള ആ ഉടമ്പടി ബന്ധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, നിങ്ങളെ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന പക്ഷം, ദൈവമക്കളെ, നിങ്ങളുടെ പരിചയം പലകയുമായിട്ട് കർത്താവ് മാറുന്നു. നിങ്ങളുടെ പ്രതിഫലമായിട്ട് അവൻ മാറുന്നു. അവൻ്റെ നാമം നിങ്ങൾക്കിന്ന് ഉപയോഗിക്കുവാനായിട്ട് അവൻ നിങ്ങൾക്ക് നൽകുന്നു. അപ്പോൾ തന്നെ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, നിങ്ങളുടെ രോഗങ്ങളുടെ മധ്യത്തിൽ, ഡിമോണിക്കായിട്ടുള്ള അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളുടെ മധ്യത്തിൽ ഒക്കെ ഈ കർത്താവിൻ്റെ നാമം നിങ്ങൾക്ക് വിടുതൽ നൽകുന്നു. ഇത്ര മഹത്വകരമായിട്ടുള്ള ഒരു ഉടമ്പടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള കരുതലും കാവലും ഏൽപ്പിക്കുന്ന ആ കർത്താവിൻ്റെ ഉടമ്പടിയിലേക്ക് ഇന്ന് വരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? You know, in that ancient times when people made those covenant relationship by splitting the animals into two, they can be void out of that covenant relationship unless and until these animals or birds come together back to life. It needs to come back again, and let me tell you, it is such an impossible act. ഹല്ലേലൂയ. പഴയ നിയമകാലത്തെ ഉടമ്പടിയുടെ ഒരു ഭാഗം നമ്മളിന്ന് വായിച്ചെടുത്ത് കാണുന്നതിൻ്റെ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പറഞ്ഞു തരികയാണ്. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മൃഗത്തെ രണ്ടായി പിളർന്നു വച്ചതിന് ശേഷം ആ ഉടമ്പടി നിലനിൽക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ പിളർന്നു വച്ചിരിക്കുന്ന മൃഗം ചേർന്ന് വന്ന് ജീവൻ പ്രാപിക്കുന്ന പക്ഷം മാത്രമേ ആ ഉടമ്പടി ബന്ധത്തിൽ നിന്ന് ആ വ്യക്തിക്ക് പിന്മാറുവാനായിട്ട് പറ്റത്തുള്ളായിരുന്നു. അതായത് ആ പിളർത്തി വെച്ച് മരിച്ചുപോയ ചത്തുപോയ ആ മൃഗം ഒരിക്കലും ഒന്നാവത്തില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ഉടമ്പടിയിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകുവാനും സാധിക്കത്തില്ല. Amen. And that is why marriage is known as the covenant relationship. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് ഒരു ഉടമ്പടിയാണ്. Today people are going away from their marriage covenant because it is nowadays marriages has become a contract. You can leave your husband, you can leave your children if you do not like your wife's attitude. Marrying today and tomorrow it's a point of divorce. You know, we are hearing such news, but let me tell you, that is what not the Lord has intended. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവവചനത്തിൽ വളരെ മനോഹരമായിട്ട് വിവാഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഉടമ്പടിയാണ് എന്നാണ്. ഇന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്, ഒരു പക്ഷേ അവർ കൂടി ചേർന്ന് വരുന്ന സമയത്ത് ഒരു പക്ഷേ ഭർത്താവിനെ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല, അവരുടെ ചില പ്രവർത്തികൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെയോ ഭാര്യയോ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് പോകുന്ന അനേക ജീവിതങ്ങളെ നമ്മൾ കാണുവാറുണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കുക, ഇതൊരു ഉടമ്പടിയാണ്. ഇതിൽ നിന്ന് പിന്മാറി പോകാൻ ദൈവം ഒരിക്കലും നമ്മളെ അനുവദിച്ചിട്ടില്ല. And that is why the Bible had specified that the relationship between yourself and Christ is like husband and a wife. It is a mystery of God. Hallelujah. You cannot walk away from the life of Yeshua. You cannot simply divorce Yeshua. When you have made that covenant relationship, it is like a strong relationship between a husband and wife. In the same fashion, you are linked together with Yeshua. I mean, leaving and cleaving. Yeah, leave and cleave. You will have to leave your old nature. You will have to leave your old sinful nature, and you will have to cleave together to the new nature of Yeshua. ഹല്ലേലൂയ. ദൈവമക്കളെ, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവും അതിന്റെ സഭയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അത് ഒരു വിവാഹ ബന്ധത്തെ പറ്റി അവിടെ അങ്ങനെയാണ് അതിനെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിന് കാരണം ഇത് മാത്രമാണ്. കാരണം ആ ഒരു ഉടമ്പടിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും പിന്മാറി പോകാനായിട്ട് പറ്റത്തില്ല. ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഉടമ്പടി ബന്ധത്തിൽ നമുക്ക് ഒരിക്കലും ഒരു സമയം കഴിഞ്ഞ് അത് എങ്ങനെയെങ്കിലും ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങാമെന്ന് ചിന്തിക്കാനേ നമുക്ക് സാധിക്കത്തില്ല. അത് ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും അനുകൂലമായിട്ടുള്ളതേ അല്ല. Who can leave away this handsome man, Yeshua? Because the Bible has termed he is fairer than the 10,000. ആമേൻ. 10,000 സുന്ദരനായ ഈ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ? Who can walk away from this young ruler, I mean the King of Kings and the Lord of Lords, who is much powerful and authoritative? Who can walk away from his life?
രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഈ ഉടമ്പടി വിട്ട് ദൈവമക്കളെ നമുക്ക് എങ്ങനെ ഒന്ന് പിന്മാറി സഞ്ചരിക്കുവാൻ സാധിക്കും? I mean, if you weigh yourself, the benefits are much high. If you follow Yeshua, if you enter into a covenant relationship, the benefits are going to be accumulated in your life. ദൈവമക്കളെ, നമ്മൾ ആ ഒരു ബന്ധത്തിൻ്റെ ആ ഒരു വാല്യൂ, അതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് ആ ബന്ധത്തിലൂടെ കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ബന്ധത്തെ വിട്ട് പിന്മാറുവാനേ സാധിക്കത്തില്ല. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, we thank you, Lord, for this wonderful day. ഹല്ലേലൂയ. കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. Father, we understand the weightage of the covenant relationship which you have entrusted in your holy word. പിതാവേ, ഈ ഉടമ്പടിയുടെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഞങ്ങളിത് മനസ്സിലാക്കിയിരിക്കുന്നു. Lord, we understand that it is not a mere contract but a weighty covenant relationship. കർത്താവേ, അത് വെറും ഒരു കരാർ മാത്രമല്ല ദൈവമേ, അതിന്റെ പ്രാധാന്യവും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. We cannot break this covenant at any point in the same fashion which we deal with contracts. നമ്മൾക്ക് ഒരിക്കലും അതിനെ വിട്ടകന്ന് പുറത്തേക്ക് പോകാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. We understand the price of the covenant, the blood that has been shed on our behalf, that was done on that Calvary cross. ആ ഉടമ്പടിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ വിലയും കർത്താവേ ഈ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. Father, we understand that we have been redeemed by the precious blood of your great Son, your Lord Yeshua. കർത്താവേ, നിന്റെ മഹത്വമേറിയ ആ രക്തത്തിന്റെ വിലയാൽ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നപ്പാ. Today, Father, we are going to pray and we are going to release the blessing out of this covenant relationship upon every person who is going to hear us online, Lord. ഹല്ലേലൂയ. കർത്താവിന്റെ ഈ ഉടമ്പടി ബന്ധത്തിന്റെ ആ സ്നേഹം കർത്താവേ ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരിലേക്കും ഞങ്ങൾ പകരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. Through this covenant relationship, Lord, we are going to release your protection upon your people, especially upon this pandemic time. Lord, become their shield, Lord. That's in the same fashion that you had promised unto your servant Abraham, Lord, that you are going to become his shield, Lord. Likewise, Lord, become the shield of your people, Lord. Lord, protect them from these pandemic times. ഹല്ലേലൂയ. ദൈവമേ, ഈ ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ കർത്താവേ നിന്റെ കരുതലും നിന്റെ കാവലും നിന്റെ മക്കളുടെ മുകളിൽ വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ, ഈ ഒരു പ്രയാസത്തിന്റെ ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന സമയത്ത് കർത്താവേ, ആ ജനം ആയിരിക്കുന്ന സ്ഥലത്ത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ കരുതൽ വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, many are suffering during this pandemic time and we are going to release the reward of Lord Yeshua into their lives, Lord. കർത്താവേ, അനേകർ ഈ ഒരു സമയത്ത് ദൈവമേ പ്രയാസപ്പെടുന്നുണ്ടല്ലോ, ഈ അനേകർ ബുദ്ധിമുട്ടുകളിലായിരിക്കുന്നല്ലോ, അവർക്കൊക്കെ കർത്താവേ നിന്റെ പ്രതിഫലം ഈ സമയത്ത് നീ റിലീസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. Oh Lord, in the same fashion in the Old Testament time the people had to bear the cut upon their bodies, we bear that cut upon our hearts. I mean, it is the mark of repentance. The circumcision has to happen in our hearts, Lord. Lord, we are praying for true repentance to be happen in our lives, Lord. ഹല്ലേലൂയ. കർത്താവേ, ആ പഴയ നിയമകാലത്ത് ആ മുറിപ്പാട് ഉണ്ടാക്കിയിരുന്നത് പോലെ കർത്താവേ പുതിയ നിയമസഭയാകുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ കർത്താവേ ആ മുറിപ്പാട് ഉണ്ടാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങി ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ നോക്കണം. ശരിയായ രീതിയിൽ ഒരു അനുതാപം ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. More than the covenant keepers, Lord Father, we confess that we were covenant breakers. പലപ്പോഴും അപ്പച്ച ആ ഉടമ്പടി പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ പലപ്പോഴും ആ ഉടമ്പടി ലംഘിച്ചവരാണപ്പ. Right now we are claiming the new covenant through Yeshua. We are going to claim a new heart and a new spirit which the Lord has promised unto us. കഥാവെ, ആ പുതിയ ഉടമ്പടി ബന്ധത്തിന്റെ ആ ഒരു ബലത്തിൽ കഥാവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ന് പുതിയൊരു ആത്മാവ്, പുതിയൊരു ശക്തി കഥാവെ ഈ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. In the mighty name of Yeshua, Lord, remove those stony hearts and transplant a new and an obedient heart into spiritual lives, Lord. കല്ലായുള്ള എല്ലാ ഹൃദയങ്ങളും ഇന്ന് യേശുവയുടെ നാമത്തിൽ നീങ്ങിപ്പോയി അവിടെ അവർ കർത്താവിന്റെ വചനം റിസീവ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹൃദയം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. Bless them, heal them, deliver them in the matchless name of Yeshua HaMashiach. കർത്താവിന്റെ നാമത്തിൽ. Amen. God bless you.